നമ്മൾ ഐഫോൺ യൂസേഴ്സിനിടയിൽ ഇപ്പോഴും വളരെ മിത്തിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഐഫോണിൽ NFC എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു സംശയം. പലർക്കും ഇപ്പോഴും ആ ഒരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ശരിക്കും നമ്മൾ ഐഫോണിൽ NFC ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം, അതിൻ്റെ ഫങ്ഷനാലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് NFC എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഓമന പേരോടെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് NFC, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയർ ഫീൽഡ്, നിയർ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആ ഒരു ക്ലോസ് റേഞ്ചിലുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഈ ഒരു NFC. അപ്പോൾ ഈ ഒരു വയർലെസ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ. ഇനിയുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഐഫോണിൽ NFC ഉണ്ടോ? ഡെഫിനറ്റ്ലി നമ്മളുടെ ഐഫോണിൽ NFC ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഈ ഒരു NFC റീഡർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഐഫോൺ 7 കാണുന്നത്. എന്നാൽ NFC ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഡിവൈസുകളിലാണ്, അതാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ ഐഫോണുകളെല്ലാം ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. ഇതിൽ NFC ഉള്ള ഡിവൈസുകൾ എന്ന് പറയുന്നത് നമ്മുടെ iPhone 6 മുതൽ iPhone 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് NFC അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പോലെ iPhone SE, ഇതാണ് iPhone SE ഫസ്റ്റ് ജനറേഷൻ. ഇതിൽ നമുക്ക് സെറ്റിങ്സിൽ പോകും, നിങ്ങൾ കൺട്രോൾ സെൻറ്ററിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ NFC റീഡറോ അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ സെൻറ്റർ തന്നെ ഓപ്പൺ ചെയ്താൽ മുമ്പേ iPhone 7 കണ്ട പോലെ നമുക്കിവിടെ NFC റീഡർ എന്ന് പറഞ്ഞ സംഭവം കാണാൻ സാധിക്കില്ല. ഈവൻ ദോ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നമുക്കറിയാം iPhone 6s എക്സാക്ട് കോപ്പിയാണ്. അതായത് A9 എന്ന് പറയുന്ന പ്രോസസ്സറാണ്, 2GB RAM ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ ഇൻറ്റേർണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഓവറോൾ ഡിസൈൻ, ഇതിൻ്റെ ഓവറോൾ ഷാസിങ് കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം iPhone 5s 5 ഒക്കെ കണ്ടുവന്നിരുന്ന ആ ഒരു സെയിം ഡിസൈനാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് iPhone ഫസ്റ്റ് ജനറേഷൻ SE 5s 5 ഒന്നും NFC എന്ന് പറയുന്ന ടെക്നോളജി നമുക്കില്ലാത്തത്. എന്നാൽ അതിന് മുകളിലേക്കുള്ള iPhone 6, 6s, 7, 8 ഇതിലെല്ലാം മുകളിലേക്കുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് NFC ഉണ്ട്. ഞാനിവിടെ iPhone SE NFC ഇല്ല എന്ന് പറയുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് ആപ്പിൾ പേ, അതായത് ആപ്പിൾ വാളറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ NFC ഉപയോഗിച്ച് ആപ്പിൾ പേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള ടെക്നോളജി ഇതിലുണ്ട്. പക്ഷേ NFC റീഡറോ റൈറ്ററോ നമുക്ക് iPhone SE അതേപോലെ തന്നെ iPhone 6 6s ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 3 ഡിവൈസുകളിൽ നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് പോയി ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ ലഭിക്കത്തില്ല. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഈ ഒരു പേഴ്സണൽ ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ നമുക്ക് നോക്കിയറിയാം. ഇവിടെ ഈ വൈഫൈ, ബ്ലൂടൂത്ത്, NFC ഉള്ള ഡിവൈസിലാണ് നമുക്കിവിടെ NFC എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ ഇതിൽ ഈ 3 ഡിവൈസുകളിലും അത് കാണിക്കത്തില്ല. അതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മളിപ്പം ആപ്പ് സ്റ്റോറിൽ പോയി ഈ ഒരു ഡിവൈസുകളുടെ എല്ലാം NFC റീഡർ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ ആപ്പുകളൊന്നും കോമ്പാക്റ്റബിൾ അല്ല എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ്വെയർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കോമ്പാക്റ്റബിൾ അല്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം iPhone 7 മുതൽ iPhone 13 Pro Max വരെയുള്ള ഡിവൈസുകളിലാണ് ഇത് സപ്പോർട്ടഡ്. അപ്പോൾ ആ ഒരു കാര്യം, ഈ 3 ഡിവൈസുകളിൽ നമുക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള NFC ടെക്നോളജി ഉണ്ട്. പക്ഷേ NFC റീഡറും റൈറ്ററും ഇല്ല. ഇനി NFC കാര്യം പറയുമ്പം അതിൽ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ചില ആളുകളുടെ ഡിവൈസിൽ നമുക്ക് നോക്കിയറിയാം, കൺട്രോൾ സെൻറ്ററിൽ പലരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് കൺട്രോൾ സെൻറ്ററിൽ എനിക്കിത് ഇവിടെ NFC എന്ന് പറയുന്ന റീഡർ ഉണ്ട്, പക്ഷേ വേറൊരു ഐഫോണിൽ നോക്കിയപ്പം ഈ ഒരു NFC ഓപ്ഷൻ നമുക്ക് അവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ NFC ഓപ്ഷൻ കൺട്രോൾ സെൻറ്ററിൽ കാണുന്നില്ല എന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ കാണുന്ന iPhone 7, 8, 10 ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും നമുക്ക് NFC ഉണ്ട്. പക്ഷേ ഇത് എനേബിൾ ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ഈ കാണുന്ന പോലെ NFC ടാഗ് റീഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കത്തുള്ളൂ. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു NFC ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസുകളിലെ NFC ഉപയോഗിച്ച് നിങ്ങൾക്കൊരു കാര്യം അക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഉദാഹരണത്തിന് എൻ്റെ ഈ ഒരു നൊമാഡിൻ്റെ കേസിൽ ഇതൊരു ബിസിനസ് കേസാണ്. ഇതിൽ ഓൾറെഡി നമുക്ക് NFC കോട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ താഴെ ഈ ഒരു ഏരിയയിൽ നമുക്ക് NFC ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോൺ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് NFC റീഡ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഈ ഒരു ഐഫോൺ വെറുതെ ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ NFC റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എനിക്കിവിടെ ഈ ഒരു NFC റീഡ് ആകത്തില്ല. ഈ പറഞ്ഞ iPhone 6, 7, 8 എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണത്തുള്ളൂ. വെറുതെ ഓഫാക്കി വെച്ചിട്ട് ചെയ്താൽ NFC റീഡ് ആകത്തില്ല. അതിന് പകരം നിങ്ങൾ കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു NFC റീഡർ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് NFC റീഡ് ആകുന്നതായിരിക്കും.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു NFC റീഡർ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് റീഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും എനേബിൾഡ് അല്ല. എന്നാൽ നേരെ മറിച്ച് iPhone 10 മുകളിലേക്കുള്ള എല്ലാ ഫോണിലും, അതായത് iPhone XS, 11, 12, 13 ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഓൾവേസ് ഓൺ ആണ് ഈ NFC. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയി ഈ രണ്ട് ഫോണുകളുടെയും സെറ്റിങ്സിൽ നിങ്ങൾ പോയി നോക്കിയാൽ, സെറ്റിങ്സ് എടുത്തു, അതിൽ പോയി നമ്മുടെ കൺട്രോൾ സെൻറ്റർ എന്ന ഓപ്ഷനിൽ പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല NFC എന്ന് പറയുന്ന ഓപ്ഷൻ. കാരണം ഇവിടെ ഇല്ല. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് എപ്പോഴും എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു iPhone ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ NFC റീഡറിൻ്റെ അടുത്ത് പോയാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിക്റ്ററ്റ് ആവും. കാരണം ഇത് ഓൾവേസ് ഓൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് iPhone XS മേളിലേക്കുള്ള ഡിവൈസുകളിലൊന്നും തന്നെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കാത്തതും. എന്നാൽ മറ്റുള്ള ഐഫോണുകളിൽ iPhone 10 താഴേക്കുള്ള ഡിവൈസുകളിലെല്ലാം ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് ഈ ഒരു NFC റീഡർ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതും. അപ്പോൾ അതാണ് അതിനകത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടു കാണും, നമ്മളെ നൊമാൻ്റെ കേസ് വെച്ചപ്പം ഈ ഒരു NFC ടാഗ് റീഡ് ചെയ്തിട്ടൊരു സംഭവം വരുന്നത്, അത് പോപ്പിൾ എന്ന് പറയുന്ന സംഭവമാണ്. അത് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ എന്ത് സംഭവങ്ങളും വേണമെങ്കിലും നമുക്ക് ഈ ഒരു NFC ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്ത് പെട്ടെന്ന് ഒരാൾക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മളുടെ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു NFC ടാഗിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ കണ്ടു കാണും, നൊമാഡും ഈ പറഞ്ഞ പോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് കമ്പൈൻ ചെയ്തതാണ് ഈ ഒരു കേസിൽ ഈ ഒരു NFC സെറ്റപ്പ് ചെയ്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ iPhone 10 മുകളിലേക്കുള്ള എല്ലാ ഡിവൈസുകളിലും അത് NFC ഓൾവേസ് ഓൺ ആണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് ഓപ്ഷനിൽ പോയിട്ട് ഓട്ടോമേഷൻ എന്ന ടാബിൽ പോയിട്ട് അതിൽ ക്രിയേറ്റ് ഓട്ടോമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ NFC എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് NFC ടാഗുകൾ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അത് ടാഗുകൾ സ്റ്റിക്കേഴ്സിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ സോളിഡ് ഷേപ്പിലൊക്കെ നമുക്ക് ഈ ടാഗുകൾ ലഭിക്കുന്നതാണ്. അത് വാങ്ങി നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. സ്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NFC നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്ത് അത് പല യൂസിന് വേണ്ടി സെറ്റപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ NFC എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ NFC റീഡർ, NFC സെറ്റപ്പ് ചെയ്യാനുള്ള പല ആപ്പുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് NFC ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐഫോണിലെ NFC റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് NFC എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചാനലിൽ ചെയ്യുന്നതായിരിക്കും താമസിക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ, Milan. Catch you guys in the next video. Till then, peace.